പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ എന്നെ കാത്തുപരിപാലിച്ച അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാനങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയത് അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കരുണയും സ്നേഹവും എത്രയോ വലുതാണെന്ന് ഇന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. പിതാവായ ദൈവം അനുരഞ്ജനപ്പെടുവാൻ മനുഷ്യകുലത്തിന് നൽകിയ വലിയൊരു ഭാഗ്യമാണ് കർത്താവായ യേശുക്രിസ്തു. തൻ്റെ പ്രിയപുത്രനെ മനുഷ്യനും ദൈവവുമായി ഉള്ള അനുരഞ്ജനത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് ഈ അനുരഞ്ജനം കുരിശുമരണത്തിലൂടെ സാധ്യമാക്കുമ്പോൾ, കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളും പരസ്പരം അനുരഞ്ജനപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിന്നിൽ നിന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ആ കരുണയും സ്നേഹവും പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഭവനത്തിലും ഞങ്ങളുടെ അയൽക്കാരുടെ ഇടയിലും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഭിന്നതയും കലഹങ്ങളുമായി കഴിഞ്ഞിരുന്ന അവസരങ്ങൾ ഒരിക്കലും അവരുമായി അനുരഞ്ജനപ്പെടുവാൻ സാധ്യമല്ലെന്ന് പലപ്പോഴും ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവെ, നിൻ്റെ അനുരഞ്ജനമെന്ന വലിയ മഹത്തായ സംഭവം ഞങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും പിടിച്ചുകൊള്ളുന്നു. ഇതാ കർത്താവെ, നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കരുണയാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഇന്നത്തെ പ്രഭാതത്തിലെ ബലിയർപ്പണം മുതൽ ഈ നിമിഷം വരെ നീ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയും. അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നടത്തിയതിനെ ഓർത്ത്, അങ്ങ് കാണിച്ചു തന്ന വിശുദ്ധീകരണത്തിൻ്റെ മേഖലകളെ ഓർത്ത് നന്ദി പറയാം. ഞങ്ങളുമായി കണ്ടുമുട്ടിയ എല്ലാ വ്യക്തികളെയും, ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തന്ന വ്യക്തികളെയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും, ആവശ്യങ്ങളുമായി ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വന്നവരെയും എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതാ കർത്താവെ, നിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് സമർപ്പിക്കുന്നു. കരുണ നിറഞ്ഞ കർത്താവെ, നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിന് വേണ്ടി കാത്തിരിക്കുവാൻ കൃപ നൽകണമേ. ധൂർത്തനായ പിതാവ് തൻ്റെ മകനെ കാത്തു വഴിയരികിൽ കണ്ണും നട്ടിരുന്നത് പോലെ നിൻ്റെ കൃപ ധാരധാരയായി ഒഴുകിയെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇതാ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.